എസ്തെറ്റിക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നല്ലേ, അതായത് നമ്മുടെ ചാനൽ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റായിട്ട് ഞാൻ ടു ഡു ലിസ്റ്റാണ് എഴുതിയത്. ടു ഡു ലിസ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. തന്നെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമ്മൾ നോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഫസ്റ്റ് തന്നെ ഫേസ് വാഷ്, അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബറായിരുന്നു. പേരുകളൊന്നും ഞാൻ എടുത്ത് കാണിക്കണില്ല, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ ഒരു ക്രീമുണ്ട്, അത് നമ്മുടെ ദേഹത്തൊക്കെ നല്ല സോഫ്റ്റാക്കി ഉപയോഗിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഒരു മോയ്സ്ചറൈസറാണ്. അതും നല്ല അടിപൊളി മോയ്സ്ചറൈസർ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ലിപ് ബാമാണ്. അതോടെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ പൗഡർ, അതുപോലെ തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, മസ്കാര, ഐലൈനർ, പിന്നെ കൺമഷി, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെ എനിക്കൊരു അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും നാച്ചുറലി അടിപൊളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ. അതായത് നല്ല ഷെയ്ഡാണ്. നിങ്ങൾ വിചാരിക്കും നോർമലി ഷെയ്ഡാണ്, പക്ഷേ ഇത് ന്യൂഡ് കളർ ഷെയ്ഡ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുപോലൊരു ഷെയ്ഡ് തന്നെയാണ് ഇതും. പിന്നെ നമ്മുടെ മേക്കപ്പ് സെറ്റ് ഉണ്ട്. അതിൽ ഐ ഷാഡ്, അതുപോലെ തന്നെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, വേറെ തരത്തിലുള്ള ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഉണ്ട്. കോമ്പാക്ട് പൗഡർ ഒക്കെ അതിലുണ്ട്. ഞാൻ പുറത്തേക്ക് പോകണ്ടായിരുന്നു, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഞാനൊരു ഷൂവും കൂടി കാണിച്ചാണ്, അപ്പോൾ ഷൂവും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, വെറുതെ കറങ്ങി അടിച്ചടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകാനായിട്ട്. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി കോൾഡ് കോഫിയുടെ വീഡിയോസ് കാണാം. അങ്ങനെ ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കണത് ആദ്യം തന്നെ നമ്മൾ 2 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ബ്രൂ കോഫി പൊടിയില്ലേ, ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി, അതിൻ്റെ അത് ഇടും. ഫസ്റ്റൊക്കെ നമ്മൾ പൊട്ടിക്കും കൈ കൊണ്ട്, പക്ഷെ നടക്കില്ല. പിന്നെ ഞാൻ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ടത്. ഷുഗർ ഇട്ടു. അത് നമ്മുടെ അളവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഞാൻ 2 ടേബിൾ ടീസ്പൂൺ ഇടാറുണ്ട്, എന്നാലാണ് ആ ഒരു തിക്നെസ് അതിനൊക്കെ ലഭിക്കുള്ളൂ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു. നല്ല ഇളം ചൂടുവെള്ളം വേണം ഇതിന്, എന്നാലാണ് ആ തിക്നെസ് പറഞ്ഞ മാതിരി കിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞൊരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കോൾഡ് കോഫിന് മീൻസ് ഐസൊന്നും ഇതിൽ ചേർക്കാനില്ല. അതായത് ഡാൽഗോണ കോഫി പോലത്തെ ഒരു കോഫി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ ഒരു ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു. ഞാൻ സാധനം കാണിച്ചിറങ്ങി, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. സോ ഇങ്ങനൊരു സാധനം എവിടെയാണ് അത്, ഈ സാധനം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു. ഈ സാധനം കുറേ വർഷമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ കോൾഡ് കോഫി ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു സാധനമാണിത്. പിന്നെ ഇതിൽ ബാറ്ററി ഇട്ടിട്ട് വേണം ഈ സാധനം ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ബാറ്ററി ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈയിൽ വരും, അല്ലെങ്കിൽ ലോ ബാറ്ററി ആണെങ്കിൽ ഭയങ്കര കുറച്ചായിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അങ്ങനെ നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല അടിപൊളി
കളർ തന്നെ മാറി, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കളർ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിലേക്ക് പാലൊഴിക്കാം. തീർച്ചയായും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.